നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. വേങ്ങരയിൽ നവവധുവിന് ഭർതൃവീട്ടിൽ ക്രൂരപീഡനം. വിവാഹം കഴിഞ്ഞ് 6ാം ദിവസം മുതൽ വേങ്ങര സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് ഫായിസ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയറുപയോഗിച്ചും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ഭർതൃവീട്ടുകാർ തന്നെ 4 തവണയായി ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം യുവതി കുടുംബത്തെ ഫോണിൽ വിളിച്ച് കരഞ്ഞതോടെ സംശയം തോന്നി വേങ്ങരയിലെ ഭർതൃവീട്ടിൽ എത്തിയപ്പോഴാണ് മകൾ ക്രൂരമായി പീഡനത്തിനിരയായതായി കുടുംബം മനസ്സിലാക്കുന്നത്. ശരീരത്തിലാകെ മർദ്ദനമേറ്റതിന്റെ മുറിവുകളുണ്ട്. യുവതിയെ കുനിച്ചു നിർത്തി മർദ്ദിച്ചതിനെ തുടർന്ന് നട്ടലിന് ക്ഷതമേറ്റു. അടിവയറ്റിനും മർദ്ദിച്ചു. ആക്രമണത്തിൽ ചെവിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് കേൾവിശക്തി തകരാറിലായതായും പരാതിയിൽ പറയുന്നു. 2024 മെയ് 2 ഇവരുടെ വിവാഹം. സൗന്ദര്യത്തിന്റെ പേരിൽ ഭാര്യയെ സംശയിച്ച ഫായിസ് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടും ഇയാൾ ആക്രമിച്ചു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടും, ആത്മഹത്യ ചെയ്യുമെന്നുമെല്ലാം ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തി. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ഭർതൃവീട്ടുകാർ തന്നെ 4 തവണയായി ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം യുവതി കുടുംബത്തെ ഫോണിൽ വിളിച്ച് കരഞ്ഞതോടെ സംശയം തോന്നി വേങ്ങരയിലെ ഭർതൃവീട്ടിൽ എത്തിയപ്പോഴാണ് മകൾ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി കുടുംബം മനസ്സിലാക്കുന്നത്. ഇതോടെ യുവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പരിശോധിച്ചപ്പോൾ ശരീരത്തിലാകെ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ മെയ് 22 മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആക്രമണമേറ്റതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളടക്കം സമർപ്പിച്ച് നൽകിയ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കുവാനോ പ്രതിയെ പിടികൂടാനോ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രതി വിദേശത്തേക്ക് കടന്നുവെന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഭർതൃവീട്ടിൽ നിന്ന് ചികിത്സ നൽകിയതിന്റെ രേഖകളും കുടുംബം പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വേങ്ങര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വേങ്ങര.